അനിൽ കെ ആന്റണി സ്വന്തം പിതാവ് എ കെ ആന്റണിയെയൊക്കെ പരിഹസിച്ച് സംസാരിക്കുന്ന ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അച്ഛനോട് ബഹുമാനവും ആരാധനയുമൊക്കെ ആണെങ്കിലും ഗാന്ധി കുടുംബത്തിന് വേണ്ടി അടിമപ്പണി എടുക്കുന്നത് കാണുമ്പോൾ സഹതാപം തോന്നുന്നുവെന്നാണ് മകൻ പറഞ്ഞത്. ഇവിടെ പുള്ളി ഗാന്ധി കുടുംബം എന്നുദ്ദേശിച്ചത് നെഹ്റു കുടുംബത്തെ തന്നെയാണെന്ന് വ്യക്തമാണല്ലോ. നരേന്ദ്രമോദി തൻ്റെ വീഴ്ചകൾ മറച്ചുവയ്ക്കാൻ നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന അതേ നെഹ്റു കുടുംബം. അതെന്തോ ആയിക്കൊള്ളട്ടെ, നമുക്ക് കാര്യത്തിലേക്ക് വരാം. കോൺഗ്രസുകാരുടെ ഗാന്ധി കുടുംബ ഭക്തിയെ വിമർശിച്ച് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർ അടങ്ങുന്ന രാഷ്ട്രീയ എതിരാളികളോട് അവർ അഭിമാനത്തോടെ പറയുന്ന മറുപടിയാണ് കോൺഗ്രസ് പാർട്ടിയും ഗാന്ധി കുടുംബവുമായുള്ള ബന്ധവും ആ കുടുംബത്തിൽ നിന്ന് രക്തസാക്ഷികളായ മുൻ പ്രധാനമന്ത്രിമാരുടെ പേരിലുള്ള വൈകാരികതയുമൊക്കെ. പക്ഷേ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് എന്ന് പുറത്തു വരുന്നു അന്ന് ആദ്യം തന്നെ അവർ തെറി വിളിക്കുന്നത് ഇതേ ഗാന്ധി കുടുംബത്തെ തന്നെയാണ്. അത് രാഹുൽ ഗാന്ധിയെ സ്വഹാഭിമാരുടെ കാലത്തോട് ഉപമിക്കുന്ന ഏത് ഉടായിപ്പ് കോൺഗ്രസ്സുകാരനാണെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം അവർക്കറിയാം തങ്ങൾ ഏതുതരം അടിമത്തത്തിലാണ് ജീവിക്കുന്നതെന്ന്. പക്ഷേ ആ പാർട്ടിയിൽ ഉള്ളിടത്തോളം കാലം അതേ ഗാന്ധി കുടുംബത്തെ സുഖിപ്പിച്ചും കുമ്പിട്ടുമല്ലാതെ ആ പാർട്ടിയിൽ നിലനിൽക്കാനാവില്ല എന്ന നല്ല ബോധ്യം അവർക്കുണ്ട്. ഇതിലേറ്റവും തമാശ അനിൽ ആന്റണി ഗാന്ധി കുടുംബത്തെ വിമർശിക്കുന്നതാണ്. യാതൊരു പൊളിറ്റിക്കൽ സെൻസിബിലിറ്റിയും സ്കില്ലുമില്ലാത്ത ഒരു വ്യക്തിയെ കോൺഗ്രസിലെ നാഷണൽ ഡിജിറ്റൽ മീഡിയ സെല്ലിലെ തലവനാക്കിക്കൊണ്ടിരുത്തിയത് എ കെ ആന്റണിക്ക് ഗാന്ധി കുടുംബത്തിലുള്ള പിടിയും അയാളുടെ മക്കൾ രാഷ്ട്രീയവുമാണ്. തൻ്റെ കാലത്തിന് ശേഷവും മക്കൾ ഈ ബിസിനസ്സിൽ പച്ചപിടിച്ച് പോകണമെന്നുള്ള ആഗ്രഹം. പക്ഷേ അച്ഛൻ്റെ കാലം തീരും മുന്നേ മുരടിച്ചു പോയ പാർട്ടിയിൽ നിന്ന് വില പറഞ്ഞ് BJP പോകാനും BJP സ്ഥാനാർത്ഥിയാകാനും ഈ ഡയലോഗ് ഇന്ന് പറയാൻ മാത്രമുള്ള ഒരാളായി നിൽക്കുന്നത് പോലും തന്ത പണ്ട് ഗാന്ധി കുടുംബത്തിന് അടിമപ്പണി ചെയ്തുകൊണ്ട് മാത്രം ലഭിച്ചതാണ്. അല്ലെങ്കിൽ കൂടിപ്പോയാൽ എ കെ ആന്റണിയുടെ ഒരു ചെക്കൻ എന്ന നാട്ടിലെ നാലാളെ കൊണ്ട് പറയിക്കുന്നതിൽ കാര്യങ്ങൾ തീർന്നേനെ. അനിൽ ആന്റണിയെ തെറിവിളിക്കാനിറങ്ങുന്ന കോൺഗ്രസുകാർ അല്പം അടങ്ങി സ്വന്തം പാർട്ടിയിൽ പല പേരിൽ അറിയപ്പെടുന്ന ഭാവിയിലെ അനിൽ ആന്റണിമാരെക്കുറിച്ച് ആലോചിക്കുന്നത് നല്ലതാകും എന്ന് തോന്നുന്നു.